Guys, welcome to our vlog. Enjoy me. Guys, ഇന്ന് നമ്മളപ്പോ ഈവനിങ് ഡിന്നർ കഴിക്കാൻ പോവാണ്. എവിടെ? കോസ്മോസിൽ. നമ്മൾ വിചാരിച്ചു അങ്ങോട്ട് പോവാൻ വേണ്ടി ഇറങ്ങിയതല്ല, വേറൊരു കടയിൽ പോയി കഴിക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷെ നമുക്ക് നല്ല വിശപ്പായതുകൊണ്ട് ഇന്ന് കോസ്മോസിൽ പോയി ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. നല്ലൊരു മൂടി ക്ലൈമറ്റാണ്, നല്ല മഴയും ഉണ്ട്, നല്ല വിശപ്പും ഉണ്ട്. അപ്പം ഒരു ബുഫേ തന്നെ ആക്കിയാന്ന് വിചാരിച്ച് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഫ്ലാറ്റ് ആ ഏരിയയിലാണ്. ഇവിടെ തൊട്ടടുത്ത് ഈ സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ കോസ്മോസ് എത്തും. നമ്മൾ കുറേ നാളായി അവിടെ പോയിട്ടല്ലേ. അപ്പൊ ഇന്ന് ഡിന്നറിന് നമ്മൾ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കാന്ന് വിചാരിച്ചു. 9:15 നമ്മുടെ സ്ലോട്ട് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ സമയം 9 മണി ആകാൻ പോകുന്നു. അപ്പൊ പതുക്കെ അങ്ങോട്ട് നടക്കുക. അങ്ങോട്ട് പോയി എത്തുമ്പോഴത്തേക്ക് 9 ആവും. കയറി ഇരുന്ന് അവര് സീറ്റ് ഉടനെ തരുമായിരിക്കും. നോക്കാം. ഓക്കെ. സോ ഗൈസ്, നമ്മൾ സ്റ്റാർട്ടേഴ്സാണ് ഫസ്റ്റ് തുടങ്ങിയത്. കൂടുതൽ ഇവിടെ ചൈനീസ് ഫുഡാണുള്ളത്. ആനന്ദ് എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ്? ഞാൻ എന്തൊക്കെയോ പ്രോൺസ് ക്രാക്കർ, മറ്റേ സ്ക്വിഡ് ഡ്രിങ്ക്സ്, വിങ്സ്, പിന്നെ ഫിഷ് ഫിംഗർ, ചിക്കൻ പെരി അങ്ങനെ എന്തൊക്കെയോ എടുത്തായിരുന്നു. കുറേ ഐറ്റംസ് ഉണ്ട് സ്റ്റാർട്ടേഴ്സ്. പക്ഷെ നമ്മൾ കൂടുതൽ കഴിച്ചാൽ ഫുള്ളായി പോകും. അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ഫിനിഷ് ചെയ്തിട്ട് ഇനി മെയിൻ കഴിക്കാൻ വേണ്ടി പോകും.
ഗൈസ് നമ്മളങ്ങനെ സ്റ്റാർട്ടേഴ്സ് കഴിച്ചു. ഇനി നമ്മൾ മെയിൻ എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ നമുക്ക് പ്ലേറ്റ് ഉണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ പ്ലേറ്റ് എടുത്തിട്ട് ഫുഡ് എടുക്കേണ്ടത്. ഓക്കെ. ഇവിടെ റൈസ് നൂഡിൽസ് ഒക്കെ, അത് കറിയൊക്കെയാ. റൈസ് നൂഡിൽസ് ഒക്കെ ഇവിടെ ചൈനീസ്. കല്ലുമേക്ക പോലത്തെ ഐറ്റം ആണ് അത്. ഇവരുടെ രീതിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? മസൽ വിത്ത് സിഷ്വാൻ സോസ്. അത് നമുക്ക് ഒരെണ്ണം ട്രൈ ചെയ്യാം. ഒരെണ്ണം എടുക്കും, കുറച്ച് സോസ് എടുക്കാം. എനിക്ക് കിട്ടും. ഗൈസ് നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ഫുഡ് എടുത്തിട്ടുണ്ട്, നമ്മുടെ മെയിൻ കോഴ്സ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കണത്, അയ്യോ ഇതിന്റെ പേര് അവരെന്തോ പറഞ്ഞായിരുന്നു, എന്തോ ഒരു ചൈനീസ് പാണ്ട ബൺ. അത് പക്ഷെ സ്വീറ്റ് എന്നാ പറഞ്ഞിരുന്നത് അവര്. അറിയില്ല, ഫില്ലിംഗ് ഇല്ല. പോർക്ക് ഉണ്ടായിരുന്നു, പിന്നെ സ്വീറ്റ് ഈ ഒരു റെഡ് ഗ്രീൻ കളറും വൈറ്റ് കളറും ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തു. പിന്നെ ഇതെന്തായിരുന്നു അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അത്, പിന്നെ പാഡ് തായ്, പിന്നെ എഗ് നൂഡിൽസ്, പിന്നെ ഒരു മസിൽ എടുത്തിട്ടുണ്ട്, പ്രോൺസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു എഗ്ഗും മഷ്റൂമും വെച്ചിട്ടുള്ള ഒരു ഐറ്റം അതാണ് എടുത്തിട്ടുള്ള. അതെനിക്കറിയില്ല, നമ്മള് കക്കാന്ന് പറയും, കല്ലുമേക്ക പോലെ എന്തോ ഒരു ഐറ്റം, അത് ചൈനീസ് രീതിയിൽ. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിക്കാം. അപ്പോൾ നമ്മൾ ഇത് കഴിച്ച് കഴിഞ്ഞു. ഞാൻ ചില സാധനങ്ങൾ അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെ ഇത് കഴിക്കാനും വയറ്റിൽ സ്ഥലം വേണമല്ലോ. അപ്പോൾ നമ്മളിനി ഇന്ത്യൻ ഫുഡ് അടുത്തത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റ് ഇവിടെ വെച്ചാൽ മതി, അവർ ഇത് വന്നിട്ട് എടുത്ത് മാറ്റും. നമ്മൾ അടുത്ത് എടുക്കുന്ന ഫുഡ് നമുക്ക് ഫ്രഷ് ആയിട്ട് പുതിയ പ്ലേറ്റിലെടുക്കാം. ഞങ്ങൾ ഇന്ത്യൻ ഫുഡ് എന്തെങ്കിലും പോയി ലൈറ്റായിട്ട് എടുത്തിട്ട് വരാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഡെസേർട്ടൊക്കെ എല്ലാവരും എടുത്ത് തീരാനായി. സമയം ഇവിടെ ഇപ്പോൾ 9:45. അപ്പോൾ 10:45 വരെയാണ് ലാസ്റ്റ് ടൈം വരുന്നത്. 11 മണിക്ക് ഇത് ക്ലോസ് ആക്കും. അപ്പോൾ അത്യാവശ്യം ഡെസേർട്ടിൻ്റെ ഐറ്റംസ് ഒക്കെ കഴിയാനായി. അപ്പം നമുക്ക് പെട്ടെന്ന് കഴിച്ചിട്ട് അത് പോയി എടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ഫുഡാണ് ഇപ്പോൾ എടുത്തിട്ട് വന്നത്. പക്ഷേ ഇന്ത്യൻ ഫുഡിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കുറച്ച് കുറവാണ്. അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നാൻ എടുത്തിട്ടുണ്ട്, പിന്നെ കടല മസാല എടുത്തിട്ടുണ്ട്, ചന മസാല, പിന്നെ ഒരു ചിക്കൻ ടിക്കയുടെ ഞാനൊരു ജസ്റ്റ് ഒരു 1 പീസ് എടുത്തിട്ടുള്ളൂ, പിന്നെ അതിൻ്റെ ഒരു ഫ്രൈ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ആണ്, ബ്രോക്കോളി, ക്യാരറ്റ്, കുക്കുംബർ, അത് കുറച്ച് മാത്രം എടുത്തു. പിന്നെ ഈ ഡെസേർട്ട്, ഈ കേക്ക് തീർന്നു പോയാലോ എന്ന് നമ്മൾ പേടിച്ചിട്ട് ഈ കേക്ക് ആദ്യമേ എടുത്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ ഇനി കഴിക്കാൻ പോകും. ഇത് എൻ്റെത്. ഞാൻ കുറച്ച് റൈസും ചിക്കൻ ടിക്കയും എടുത്തിട്ടുണ്ട്. ഇതോടെ നമ്മൾ മെയിൻ കോഴ്സ് നിർത്തുകയാണ്. നമുക്കിനി കഴിച്ചിട്ട് ഡെസേർട്ട് എടുക്കാം. ഓക്കെ, ബൈ. ഹലോ, കഴിച്ചോ? അപ്പോൾ ഞാനും കഴിക്കണം. കൊള്ളല്ലേ? ഭയങ്കര മധുരമൊന്നുമില്ല. കറക്റ്റ് മധുരം, പക്ഷെ മേലെ ഫുൾ ക്രീമും താഴെ ആക്ച്വലി കേക്കും തോന്നും. ഇവിടെ അത്യാവശ്യം എല്ലാവരും പോയി ഫുഡ് കഴിച്ചിട്ട്. ഇവിടെ ഇപ്പോൾ ക്ലോസ് ആക്കും. നമുക്കിനി ഒരു 1/2 മണിക്കൂറും കൂടെ ഉണ്ട്. നമുക്ക് ആ കേക്ക് ഒരെണ്ണം, അത് വേണ്ട. ഇതെന്തുവാ? മാംഗോ മൂസ്, ബ്ലൂബെറി ചീസ് കേക്ക്. ഇത് ലെമണോ? വേണ്ട. റോക്കി റോഡാ? വേണ്ട, അത് വേണ്ട. കോക്കനട്ട് കേക്ക്, അതെടുക്കാം. അത് കോഫിയുടെ ആണെന്ന് തോന്നുന്നു, സെക്കൻഡ്. അതൊരെണ്ണം എടുക്കാം, ട്രൈ ചെയ്യാം. പിന്നെന്താ?
മാംഗോ ചീസ് കേക്കോ? ഇതേതാ? മാംഗോ ചീസ് കേക്ക് ഒരെണ്ണം എടുക്കാം. ആ അയ്യോ, അപ്പുറത്ത് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, അത് നമുക്ക് സൈഡിൽ എടുത്ത് വെക്കാം. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇതൊക്കെ തീർക്കണം. ഫ്രൂട്ട്സ് എടുക്കാം ഇനി. ഇതിന്റെ സൈഡിൽ തന്നെ വെച്ചാൽ മതി, എല്ലാം കൂടെ നമ്മൾ കഴിക്കില്ലല്ലോ. ഗ്രേപ്സ് കുറച്ച് എടുത്താൽ മതി. ആ മെലൺ എടുക്കാം. ആ അത് മതി, മെലൺ എടുക്കാം. ആ 2 എണ്ണം സൈഡിൽ വെച്ചോ. ഞാൻ ഐസ്ക്രീം എടുക്കാം. ഓക്കെ. അയ്യോ, ചോക്ലേറ്റ് ഫൗണ്ടൻ നിന്നു. അയ്യോ വേണ്ട, അതൊന്നും വേണ്ട. നമുക്കിനി ഐസ്ക്രീം കൂടെ എടുത്താൽ മതി, വേറെ ഒന്നും എടുക്കണ്ട. ഇത് കൊള്ളാം, നല്ല മാംഗോയുടെ ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ മെഷീനിലാണ് ഐസ്ക്രീം എടുക്കേണ്ടത്. ഇങ്ങനെ വെച്ചാൽ പോരെ, നമ്മൾ ഇത് ഞെക്കാം. അയ്യോ, ഞാൻ വിചാരിച്ചത് നമുക്ക് വേണ്ടത്ര സ്റ്റോപ്പ് ചെയ്യാവുന്നു. എനിക്ക് ആക്ച്വലി കുറച്ച് മതിയായിരുന്നു. അത് പറ്റില്ല. ഇതെടുത്തിട്ട് ആക്ച്വലി നമ്മൾ അവിടെ ചോക്ലേറ്റ് ഫൗണ്ടനിൽ നിന്ന് ചോക്ലേറ്റ് എടുക്കണമായിരുന്നു, പക്ഷെ അതവര് ക്ലോസ് ചെയ്തു. അതവര് നിർത്തി. അതുകൊണ്ട് എനിക്കും കൂടെ ഇനി ഒരെണ്ണം എടുത്തോ. ഓക്കേ. ഗൈസ്, നമ്മളങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി, വയറൊക്കെ നിറഞ്ഞു. അപ്പം ഫുഡ് കൊള്ളായിരുന്നു. ചൈനീസ് ഫുഡ് നല്ലതാണ്, പക്ഷെ ഇന്ത്യൻ ഫുഡിന്റെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ എന്തോ അതിനൊരു ടേസ്റ്റ് തോന്നത്തില്ല, ഒരു ഇന്ത്യൻ ഫുഡിന്റെ ടേസ്റ്റ് തോന്നൂല. പക്ഷെ ചൈനീസ് ഫുഡിന് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനാണെങ്കിൽ ചിക്കൻ അധികം കഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ ചിക്കൻ അല്ലാത്ത കുറേ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. വയറ് നിറഞ്ഞു. നമ്മൾ ഐസ്ക്രീം ഒക്കെ ലാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി. അപ്പോഴാണ് ഒന്ന് കുറച്ച് സെറ്റ് ആയത്. പിന്നെ നമ്മളപ്പോ വീട്ടിൽ പോകാൻ പോകുന്നു. വീട്ടിൽ കയറുന്നതിന് മുന്നേ ഒന്ന് ഒരു റൗണ്ട് അടിച്ച് നടക്കാൻ. ഞങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നടന്നിട്ടെന്നാലേ ദഹിക്കുള്ളൂ. അപ്പൊ പക്ഷെ ചെറിയ മഴച്ചാറ്റലുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റ് എത്തും. അപ്പം നമുക്ക് സന്ധ്യയ്ക്കും വരെ വണക്കം ഗൈസ്. ബൈ. ബൈ.